നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസിയായ CBIയുടെ പാപ്പരത്വമാണ് കാണിക്കുന്നത്. കൂട്ടിലടച്ച തത്ത എന്ന് സുപ്രീം കോടതി വിശേഷിപ്പിച്ച CBI രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ മാനദണ്ഡങ്ങളെല്ലാം മാറ്റിവെക്കാറുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ്. ഇപ്പോൾ വന്നിട്ടുള്ളത് രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ മാത്രമല്ല, ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന വർഗീയ സംഘടനയുടെ ഇടപെടൽ. അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ട അന്വേഷണ ഏജൻസിയായി CBI മാറിയിരിക്കുന്നു എന്നതാണ്. ജയരാജനെ പ്രതിയാക്കാൻ നിശ്ചയിക്കുന്നത് CBI അല്ല, RSS ആണ്. RSSൻ്റെ തീരുമാനം രഹസ്യമായിരുന്നില്ല, പരസ്യമായിരുന്നു. RSS ആ തീരുമാനം പരസ്യപ്പെടുത്തിയതിന് ശേഷമാണ് ജയരാജൻ ഈ കേസിൽ പ്രതിയല്ല എന്ന് CBI കോടതിയിൽ പറഞ്ഞത് മാറ്റി പ്രതിയാണ് എന്ന് 3 ദിവസം കൊണ്ട് പറയുന്ന സ്ഥിതി വന്നു. അപ്പോൾ 3 ദിവസം കൊണ്ട് പുതിയ തെളിവൊന്നും CBIക്ക് കിട്ടിയിട്ടുമില്ല. ഇപ്പോൾ വന്ന കാര്യം, കോടതിയുടെ മുന്നിലുണ്ടായിരുന്ന തങ്ങളുടെ കസ്റ്റഡിയിൽ ജയരാജനെ വിട്ടുകിട്ടണമെന്ന ഹർജി CBI പിൻവലിച്ചു. ഉടനെ വീണ്ടും സമ്മർദ്ദം വന്നപ്പോൾ CBI വീണ്ടും ഹർജി നൽകി. ഇപ്പോൾ വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സഖാവ് ജയരാജനെ അലട്ടുന്നുണ്ട്. ഈ കേസ് വന്നതുകൊണ്ടല്ല, അതിനും എത്രയോ മുൻപ് തന്നെ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട വിവിധ ചികിത്സകൾ അദ്ദേഹത്തിന് നടത്തേണ്ടി വന്നിട്ടുണ്ട്. അത് CBIക്ക് അറിയാത്തതല്ല. ഇപ്പോൾ ഒരു വിദഗ്ധ മെഡിക്കൽ സംഘം ജയരാജനെ പരിശോധിച്ചിട്ടുണ്ട്. അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് വിവിധ തരത്തിലുള്ള രോഗങ്ങൾ ജയരാജനുണ്ട് എന്ന് തന്നെയാണ്. അതിലേറ്റവും ഗുരുതരമായത് ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. 3-4 തവണ ഹൃദ്രോഗ സംബന്ധമായി അത്യന്തം ഗുരുതരാവസ്ഥയിലായ ജയരാജൻ ഇനിയൊരു ഹൃദ്രോഗബാധ വരില്ല എന്ന് ഒരു മെഡിക്കൽ എക്സ്പേർട്ടിനും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതാണ് ഡോക്ടർമാർ, ആ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഹൃദ്രോഗം വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം മറ്റു ചില രോഗങ്ങളും ജയരാജനെ അലട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ദീർഘമായ ചികിത്സ ജയരാജന് വേണ്ടിവരുമെന്നാണ്. അന്വേഷണ ഏജൻസിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ജയരാജനെ കാണുകയോ സംസാരിക്കുകയോ വേണമെങ്കിൽ അത് ഈ എല്ലാവിധ മെഡിക്കൽ സൗകര്യങ്ങളും ലഭ്യമാകുന്ന ഘട്ടത്തിൽ തന്നെ നിർവഹിക്കാനാവണം. അല്ലെങ്കിൽ
എന്ത് സംഭവിക്കുമെന്നതിന് ആർക്കും ഉറപ്പ് പറയാൻ കഴിയില്ല. വേണ്ടത് ഒരു തെളിവുമില്ലാതെ പ്രതിയാക്കിയ ജയരാജനെ ചോദ്യം ചെയ്തുകൊണ്ട് എന്തെങ്കിലും തെളിവ് ലഭിക്കാനില്ല എന്ന് CBIക്ക് തന്നെ നല്ലതുപോലെ അറിയാം. അത് വെച്ച് ചോദ്യം ചെയ്യാനുള്ള നീക്കം ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അതല്ല, തങ്ങൾ ഇങ്ങനെയൊരു ഗതികേടിലായിപ്പോയി, കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന RSSനെ ഞങ്ങൾക്ക് തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്, ആ ഒരു നാണംകെട്ട അവസ്ഥ CBIക്കുണ്ടെങ്കിൽ സഖാവ് ജയരാജനെ ഇവിടെയുള്ള ഡോക്ടർമാരുമായി സംസാരിച്ച് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ആ കിടക്കുന്ന സ്ഥലത്ത് വെച്ച് ചോദ്യം ചെയ്യൽ നടപടി പൂർത്തിയാക്കണം. ഞാനിപ്പോൾ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തതിന് ശേഷമാണ് വരുന്നത്. അതേ രീതിയിൽ ബന്ധപ്പെട്ട CBI ഉദ്യോഗസ്ഥന്മാർക്കും ആ ബെഡിനടുത്ത് പോയി അദ്ദേഹവുമായി സംസാരിച്ച് അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. അതൊരു നാണംകെട്ട പരിപാടിയായിരിക്കും. പിന്നെ ആ നാണക്കേട് ഏറ്റെടുക്കാൻ CBI തയ്യാറാണെങ്കിൽ ആ മാർഗം സ്വീകരിക്കുക. ഒരു കാരണവശാലും ദീർഘകാലം ചികിത്സ വേണ്ടി വരുന്ന ജയരാജനെ കസ്റ്റഡിയിൽ കിട്ടിയേ തീരൂ എന്ന വാശി അംഗീകരിക്കാവുന്നതല്ല. അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അല്ല, അതല്ലേ ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊരു പുതിയ വാർത്തയല്ലല്ലോ. RSSൻ്റെ ഗൂഢാലോചനയല്ല, RSSൻ്റെ തീരുമാനം. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജയരാജൻ പ്രതിയായിട്ടുള്ളത്. 505 ദിവസം കേസ് അന്വേഷിച്ചിട്ട് ജയരാജൻ പ്രതിയല്ല എന്ന് കോടതിയുടെ മുൻപാകെ കൊടുത്തവർക്ക് 2 ദിവസം കൊണ്ട് വേറൊന്നും തെളിവാണ് കിട്ടേണ്ടത്. പിന്നെ 3-ാമത്തെ ദിവസമാണ് ഇയാൾ പ്രതിയാണ് എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് RSSൻ്റെ തീരുമാനം നടപ്പാക്കിയതാണ്. മോഹൻ ഭാഗവത് ഇവിടെ വന്നപ്പോൾ RSSൻ്റെ ബൈഠക്കിൽ വെച്ച് ഇദ്ദേഹത്തെ പ്രതിയാക്കണം എന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ മാതൃഭൂമി ചാനൽ ഈ പറയുന്ന RSSകാർ എഴുതിയ കത്ത്, അമിത്ഷാക്ക് അയച്ച കത്ത്, അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും RSS ആണ് ഇതിൻ്റെ പിന്നിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമായ ഒരു ലക്ഷ്യമാണ്, പ്രചാരണ ആയുധമാക്കാനുള്ള ഒരു ശ്രമമാണ്. അതിലേതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് ഒരു പങ്കുണ്ട്? കോൺഗ്രസിൻ്റെ പങ്ക് ആദ്യമേ വ്യക്തമാണല്ലോ. കോൺഗ്രസ്സിന് RSSനെ പ്രീണിപ്പിക്കുക എന്നുള്ളതിലാണ് താല്പര്യം. RSSനെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയാണ് RSSൻ്റെ ആവശ്യം മുൻനിർത്തി UAPA ഇതിന് ചുമത്തിക്കൊടുത്തത്. RSSൻ്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ടായിരുന്നു RSSകാർ പ്രതികളായ മഹാത്മാഗാന്ധി കോളേജിലെ ബോംബേറിൽ പോലീസ് ഇൻസ്പെക്ടർക്ക് കാല് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിലുള്ള കേസ് പിൻവലിച്ചു കൊടുത്തത്. അപ്പോൾ RSSനെ പ്രീണിപ്പിക്കുക എന്ന കോൺഗ്രസ് നിലപാടിൻ്റെ ഭാഗമായാണ് ജയരാജന് നേരെ, ജയരാജൻ ഉൾപ്പെട്ട ഈ കേസിൽ നേരത്തെ UAPA ചുമത്തിയിരുന്നത്. ഏതെങ്കിലും ഒരു നിർബന്ധ ബുദ്ധി RSSനുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ അജണ്ട നടപ്പാക്കിയത്? അതെനിക്കറിയില്ല. അത് നിങ്ങളുടെ അജണ്ടയാണ്. നിങ്ങളുടെ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങൾ വേണ്ട. ശരി. പി ജയരാജനെ പ്രതി ചേർത്തത് CBIയുടെ രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു. ജയരാജനെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ തന്നെ ചോദ്യം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ജയരാജനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന CBIയുടെ ആവശ്യം, വാശി ഉപേക്ഷിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പി ജയരാജനെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ?
സ്വാമി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനെ അല്പസമയം മുമ്പാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ സന്ദർശിച്ചത്. അതിനുശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടു. P. ജയരാജനെ കതിരൂർ മനോജ് കേസിൽ പ്രതിയാക്കിയത് RSSന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. CBI കൂട്ടുകാർക്ക് കത്തിയാണെന്ന് നേരത്തെ കോടതി തന്നെ പറഞ്ഞിരുന്നു. അതിലും ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ CBI പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 4 തവണ ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയ നടത്തിയ ജയരാജനെ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ വെച്ച് വേണമെങ്കിൽ CBIക്ക് ചോദ്യം ചെയ്യാം. അങ്ങനെ ചോദ്യം ചെയ്യുന്നത് ശരിയായൊരു നിലപാടല്ല എന്നും പിണറായി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നേരത്തെ തന്നെ നിരവധി ദിവസങ്ങൾ അന്വേഷണം നടത്തിയിട്ടും ഈ കേസിൽ ജയരാജനെ പ്രതിചേർക്കുന്നതിന് ആവശ്യമായ യാതൊരു തെളിവുകളും CBIക്ക് ലഭിച്ചിട്ടില്ല. അക്കാര്യം നേരത്തെ അവർ കോടതിയിൽ പ്രയോഗിക്കുകയും ചെയ്തതാണ്. എന്നാൽ RSSന്റെ സമ്മർദ്ദപ്രകാരമാണ് CBI P. ജയരാജനെ പ്രതിചേർത്തത്. അതുകൊണ്ട് തന്നെ ഇനി ചോദ്യം ചെയ്താലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായി ലഭിക്കുമെന്ന വിശ്വാസമില്ല. അഥവാ അങ്ങനെ ചോദ്യം ചെയ്യണമെങ്കിൽ തന്നെ ഇവിടെ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ വെച്ച് ചികിത്സിക്കുന്ന മുറിയിൽ വെച്ച് ചോദ്യം ചെയ്യണം. അല്ലാതെ കസ്റ്റഡിയിലെടുക്കാം എന്ന ഒരു വാശി CBI ഒഴിവാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ RSSന് സഹായകരമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ UAPA ചുമത്തിയതിന്റെ RSSും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും പിണറായി കൂട്ടിച്ചേർത്തിട്ടുണ്ട്.